കയറ്റുമതി രംഗത്ത് പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ്. ചൈന, UAE, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി പാകിസ്ഥാന്റെ വ്യാപാര കമ്മി വർദ്ധിച്ചു. UAEയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിലടക്കം വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി. അയൽ രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മി വർദ്ധിച്ചതായി പാക് സെൻട്രൽ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാകിസ്ഥാന്റെ റിപ്പോർട്ട്. ബംഗ്ലാദേശ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായും GCC രാജ്യങ്ങളുമായുള്ള വ്യാപാര കമ്മിയിൽ വലിയ വർധന ഉണ്ടായി. പാകിസ്ഥാന്റെ കയറ്റുമതി മേഖല പ്രതിസന്ധിയിലുമാണ്. GCC രാജ്യങ്ങളുമായി പാകിസ്ഥാന്റെ കയറ്റുമതി 16% വർദ്ധിച്ചുവെങ്കിലും എണ്ണ ഇറക്കുമതി ഉയർന്നത് വ്യാപാര കമ്മി വർദ്ധിപ്പിച്ചു. 2025 മെയ് വരെയുള്ള സാമ്പത്തിക വർഷത്തിൽ ഗൾഫ് രാജ്യങ്ങളുമായുള്ള പാകിസ്ഥാന്റെ വ്യാപാര കമ്മി 14% വർദ്ധിച്ച $12.4 ബില്യൺ സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റൈൻ എന്നീ GCC രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിനായി പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെയും നടപ്പിലായിട്ടില്ല. പാകിസ്ഥാന്റെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായ UAEയിൽ നിന്നുള്ള ഇറക്കുമതിയും വർദ്ധിച്ചു. ഭാരതത്തിനെതിരായ സംഘർഷത്തിൽ പാകിസ്ഥാനൊപ്പം നിന്ന ചൈനയുമായാണ് രാജ്യത്തിന്റെ വ്യാപാര കമ്മി കൂടുതൽ. 2025 സാമ്പത്തിക വർഷത്തിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി 20.79% വർദ്ധിച്ച് $16.312 ബില്യൺ എന്നാൽ ചൈനയിലേക്കുള്ള കയറ്റുമതിയിൽ 8.6% കുറവാണ് പാകിസ്ഥാൻ രേഖപ്പെടുത്തിയത്. അയൽ രാജ്യങ്ങളിൽ നിന്നടക്കമുള്ള ഇറക്കുമതി കൂടുന്നു എന്നത് മാത്രമല്ല, കയറ്റുമതി കുറയുന്നതും രാജ്യത്തിന് ആശങ്കയാണ്. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും കയറ്റുമതി വിഭവ വൈവിധ്യീകരണത്തിനും പാകിസ്ഥാൻ ആകുന്നുമില്ല. വർദ്ധിച്ചുവരുന്ന കടം, പണപ്പെരുപ്പം എന്നിവയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ സാമ്പത്തിക മേഖലയിൽ ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.